ജഗ്ദീപ് ധൻകറുടെ രാജി അംഗീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരം ധൻകർ രാജിവെച്ചത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതേസമയം വിവിധ മേഖലകളിൽ അവസരം ലഭിച്ച വ്യക്തിത്വമാണ് ധൻകറിൻ്റേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഉപരാഷ്ട്രപതിയുടെ രാജി സ്വീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്. വിവരങ്ങൾ. നീലിമ, ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകിയും അതേപോലെ തന്നെ വൈദ്യോപദേശം അനുസരിക്കുന്നതിനും ആർട്ടിക്കിൾ 67A പ്രകാരം താൻ രാജിവെക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നൽകിയ രാജിക്കത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. ആഭ്യന്തര മന്ത്രാലയം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് മികച്ച ആരോഗ്യം ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം വ്യക്തമാക്കിയത് ഉപരാഷ്ട്രപതി എന്നതിൽ മാത്രമല്ല പല പദവികളും ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഭാരതത്തെ സേവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇപ്പോൾ നിലവിൽ ആക്ടിംഗ് അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ഇപ്പോൾ ആക്ടിംഗ് അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്. 60 ദിവസത്തിനുള്ളിൽ ഈ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തണമെന്നുള്ളതാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും ഇതിൻ്റെ ചുമതലയുണ്ടാകുക. NDAയും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യവും വ്യത്യസ്തമായ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കും. രഹസ്യ ബാലറ്റ് വോട്ടിലൂടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർക്ക് ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനായി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സിംഗിൾ ട്രാൻസ്ഫർ വോട്ട്, അതായത് മുൻഗണനാ ക്രമത്തിൽ ഈ ഉപരാഷ്ട്രപതിയെ അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ രേഖപ്പെടുത്തണമെന്നുള്ളതാണ് ഈ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ രഹസ്യ ബാലറ്റിലൂടെ ആയിരിക്കും വോട്ടിംഗ് സമ്പ്രദായം നടക്കുക. കഴിഞ്ഞ തവണ 364 വോട്ടുകൾക്കാണ് ജഗദീപ് ധൻകർ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജഗദീപ് ധൻകർ വിജയിച്ച് ഉപരാഷ്ട്രപതിയായത്. ഇത്തവണ ആരാകും ഉപരാഷ്ട്രപതി എന്നുള്ളത് വളരെ അതിശയമായി തന്നെ നിൽക്കുന്നു. പല പേരുകളും പല അഭ്യൂഹങ്ങളും മാധ്യമങ്ങളിലൂടെ നൽകുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം NDA എക്കാലത്തും വളരെ സർപ്രൈസായിട്ടാണ് ഇത്തരം സ്ഥാനാർത്ഥികളെയും അതേപോലെ തന്നെ ഇത്തരം അധികാര സ്ഥാനങ്ങളിലേക്കുള്ള വ്യക്തികളെയും പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാകും ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്നുള്ള കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല. ഏതായാലും 60 ദിവസത്തിനുള്ളിൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെപ്റ്റംബർ 19 മുമ്പ് പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്തണം എന്നുള്ളതാണ് ഭരണഘടന അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നത്. നീലിമ.